വയലൻ സാറേ, രണ്ടാം ഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പ് നാളെ നടക്കുകയാണ്. 89 സീറ്റിലേക്കായിരുന്നു. ഒരു സ്ഥാനാർത്ഥി മരിച്ചുപോയി. 88 സീറ്റ്. കേരളം, പിന്നെ നമ്മുടെ അടുത്ത കർണാടക, ജമ്മു ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളുണ്ട്. 7-8 സംസ്ഥാനങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാവായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ചോദിക്കാൻ കാരണം, പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കൾ മത്സരിക്കുന്നു. അതായത് പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നു. കോൺഗ്രസിൻ്റെ സംഘടനാ സെക്രട്ടറി KC വേണുഗോപാൽ ആലപ്പുഴയിൽ മത്സരിക്കുന്നു. ഈ രണ്ടാം ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പിന് മുമ്പ് കേരളത്തിലെ കാര്യം പരിശോധിക്കുമ്പോൾ ഇന്നലെ പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ സംസാരിക്കാൻ വന്നിരുന്നു. പ്രിയങ്ക ഗാന്ധിയും കേരളത്തിലെ ഇന്ത്യ മുന്നണിയുടെ പ്രധാനപ്പെട്ട നേതാവായിട്ടുള്ള പിണറായി വിജയനെതിരെ രൂക്ഷമായ വിമർശനമാണ് വെച്ചത്. പിന്നെ ബാക്കി വാക്പോരുകൾ മോദി, ഖാർഗെ ഉൾപ്പെടെയുള്ളവർ. എന്താണ് ഈ രണ്ടാം ഘട്ടത്തിൽ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ഒരു വിലയിരുത്തൽ എന്താണ്? ഈ ഇത്തരത്തിലുള്ള പറച്ചിലിനെ പറ്റിയുള്ള വിലയിരുത്തലും. രണ്ടാം ഘട്ടത്തിൽ ആദ്യം രാഹുൽ ഗാന്ധിയെയാണല്ലോ ആക്രമിച്ച് തുടങ്ങിയത്. പിണറായി തന്നെ പറഞ്ഞു അദ്ദേഹത്തിനൊരു വേറെ വട്ടപ്പേരുണ്ട്, അത് ഞാൻ വിളിക്കുന്നില്ല എന്ന് പറഞ്ഞു. ഒരു കാര്യമില്ല, ഈ സമയത്ത് പറയേണ്ട കാര്യമില്ല. മറ്റൊന്ന്, അൻവർ DNA ടെസ്റ്റ് നടത്തണമെന്ന് പറഞ്ഞു. അതൊക്കെ അതിന് ശേഷം പിണറായി ജയിലിൽ അടയ്ക്കണമെന്ന് പറഞ്ഞതിന് ശേഷമാണ് അൻവർ. അപ്പോൾ ഇതൊക്കെ ഈ അന്തരീക്ഷത്തിൽ കിടന്ന് ഇങ്ങനെ ഉരുളുകയാണല്ലോ. അപ്പോൾ സ്വാഭാവികമായി ഒരു ഇലക്ഷൻ പ്രചരണത്തിന് വരുന്ന നാഷണൽ ലീഡർ വരുമ്പോൾ ചെയ്യേണ്ട ചില കാര്യങ്ങൾ അവർക്ക് സ്വത്വമായിട്ടുണ്ട്. ഇപ്പോൾ കേരളത്തിൽ മാത്രമാണ് രണ്ടായിട്ട് നിൽക്കുന്നത്. ഇവിടെ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും. കേരളം വിട്ടാൽ ഇവർ രണ്ടുപേരും ഒന്നാണ്. അപ്പോൾ പിന്നെ ഇവരുടെ പ്രധാന എതിരാളി ആരാണ് എന്ന് കണ്ടുകൊണ്ട് അവരെ അറ്റാക്ക് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ അറ്റാക്ക് ചെയ്യാതെ അവർ മുഴുവൻ രാഹുൽ ഗാന്ധിയെയും കോൺഗ്രസിനെയുമാണ് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എതിർക്കുന്നത്. അങ്ങനെ എതിർക്കുന്നത് കൊണ്ടാണ് സ്വാഭാവികമായി അവർക്കെതിരായി പറയണം എന്ന് ഇവരോട് പറയേണ്ടി വരുന്നത്. വരുന്ന നേതാക്കന്മാരോട് ബ്രീഫ് ചെയ്യുമ്പോൾ പറയേണ്ടി വരുന്നത് അങ്ങനെയാണ്. എന്തിന് ഇന്നലെ ആലപ്പുഴയിൽ അമിത്ഷാ വന്നു. ആക്രമിച്ചത് മുഴുക്കെ കോൺഗ്രസിനേക്കാൾ അധികമായി പിണറായിയുടെ ഭരണത്തെയാണ്. പിന്നിപ്പോൾ ഭരണമാകെ കൂമ്പി നിൽക്കുകയാണ്. എന്തൊക്കെ കുഴപ്പങ്ങളാണ് അവിടെ. കരുവന്നൂർ ബാങ്കിൻ്റെ പ്രശ്നം, അതുപോലെ തന്നെ തൃശ്ശൂർ പൂരത്തിൽ പോലീസ് ഇടപെട്ടത്, എല്ലാ കാര്യങ്ങളിലും അവരുടേതായ ഒരു പാകപ്പിഴ. ഈ ചില വിനാശകാലേ വിപരീത ബുദ്ധി എന്ന് പറയുന്നത് പോലെ ചെയ്യുന്നതൊക്കെ കുളമാകുകയാണ്. പിന്നൊന്ന്, അവരുടെ ഇത് 1,00,000 പേര് എങ്കിലും അവർ ജോലിക്ക് വെച്ചിട്ടുണ്ട്. അവരെ കൊണ്ടും തൊഴിലുറപ്പുകാരെ കൊണ്ടും ഒക്കെ ജയിക്കാൻ കഴിയുമെന്നാണ് അവരുടെ പ്രതീക്ഷ. പിന്നെ ന്യൂനപക്ഷങ്ങളെ കൂടെ നിർത്താൻ വേണ്ടി CAA അതിനെക്കുറിച്ച് കോൺഗ്രസിൻ്റെ പ്രകടന പത്രികയിൽ ഒന്നും പറഞ്ഞിട്ടില്ല. അത് അത്യന്തം മുസ്ലിം വിരോധമാണ്. ഒരു കാര്യമില്ല. CAAയിൽ അങ്ങനെ ഒരു കാര്യമൊന്നും പരാമർശിക്കപ്പെടുന്നില്ല. പിന്നെ ആ CAAക്കെതിരായി സമരം ചെയ്ത കേസുകൾ ഒരുപാട് കിടക്കുകയാണ്. കേരളത്തിൽ തന്നെ രജിസ്റ്റർ ചെയ്ത ഒരുപാട് കേസുകൾ കിടക്കുകയാണ്. അതൊന്നും പിൻവലിക്കപ്പെട്ടിട്ടില്ല. പിന്നെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ തെരഞ്ഞെടുപ്പ് വളരെ നിർണായകമാണ്, വളരെ നിർണായകമാണ്. ഇന്ന് ഒരു വാർത്ത ഞാൻ കണ്ടത്, ദമാമിൽ നിന്ന് മുസ്ലിം സഹോദരന്മാർ കൂട്ടത്തോടെ, കുടുംബത്തോടെ 100 പേരോ 150 പേരോ വിമാനം പിടിച്ചു വരികയാണ് വോട്ട് ചെയ്യാൻ. അപ്പോൾ അതിൻ്റെ അർത്ഥം ന്യൂനപക്ഷങ്ങൾ BJPക്കെതിരായി വോട്ട് ചെയ്യാൻ തയ്യാറായി നിൽക്കുന്നു. ആ വോട്ട് BJPക്കെതിരായി വരുമ്പോൾ രണ്ട് കൂട്ടർക്ക് ഭിന്നിച്ചു പോകും. അത് UDFനും LDFനുമാണ്. ഈ LDFും UDFും ആര് ജയിക്കുമെന്നതിനെക്കുറിച്ചാണ് സന്ദേഹമുള്ളത്. പിന്നൊന്ന്, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിച്ച 20 പേരിൽ 18 പേർത്തോളം മത്സരിക്കുന്നുണ്ട്. 2 പേരില്ല. ഒന്ന് കുഞ്ഞാലിക്കുട്ടിയും 2 പ്രതാപനും. ബാക്കി 18 പേർ മത്സരിക്കുകയാണ്. അപ്പോൾ അവരുടെ ഒരു മത്സരത്തിൻ്റെ തോത് വെച്ച് നോക്കുമ്പോൾ അവർക്കെതിരായും ഒരു വിരുദ്ധ വികാരമുണ്ട്. അവരെങ്ങനെ പെരുമാറി, അവരെങ്ങനെ സഹായിച്ചില്ല എന്നതിനെക്കുറിച്ചുള്ള വിരുദ്ധ വികാരങ്ങളുണ്ട്. അപ്പോൾ ആ വികാരങ്ങളുടെയൊക്കെ നടുവിൽ ഇപ്പോൾ ഒരു ട്രെൻഡ്
BJP-യിലെ ചില സ്ഥാനാർത്ഥികളും കോൺഗ്രസും തമ്മിലാണൊരു മത്സരം എന്ന തോന്നൽ ഇന്നലെ വരെ ഉണ്ടായിരുന്നു. പിന്നെ രാജസ്ഥാനിൽ വെച്ചുള്ള പ്രധാനമന്ത്രിയുടെ വിദ്വേഷ പ്രസംഗത്തിന് ശേഷം മതന്യൂനപക്ഷങ്ങൾ ഏകണ്ഠമായി തീരുമാനമെടുത്തു UDF-നെ വിജയിപ്പിക്കണം എന്ന്. തീവ്രമായ സംഘടന SDPI പോലും പിന്തുണ കൊടുക്കാം നേരത്തെ പ്രഖ്യാപിച്ചപ്പോൾ വേണ്ട എന്ന് പറഞ്ഞിട്ടും അവർ പിന്തുണ കൊടുക്കുകയാണ്. അപ്പം സാറ് ഞാൻ ചോദിച്ചത് 88 സീറ്റിൽ കഴിഞ്ഞ കൊല്ലം ഏതാണ്ട് 20 സീറ്റോളം കോൺഗ്രസിന് ലഭിച്ചിരുന്നു. അതിൻ്റെ ബാക്കി സീറ്റുകൾ BJP-ക്കാണ് ലഭിച്ചത്. ഞാൻ ചോദിച്ചു, ഇന്ന് ഇന്ത്യ മുന്നണി എന്ന് പറഞ്ഞൊരു മുന്നണി ഇന്ത്യയിലുടനീളം BJP-യെ എതിർക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കുകയാണ്. അത് പിണറായി വിജയൻ പ്രധാനപ്പെട്ട നേതാക്കന്മാരിൽ ഒരാളാണ്. രാഹുൽ ഗാന്ധി ഇന്ത്യ മുന്നണിയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി എന്ന് പോലും പറയാൻ പറ്റുന്ന ആൾ. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ അദ്ദേഹം തന്നെയായിരുന്നു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി. ഈ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയും ഇന്ത്യ മുന്നണിയുടെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും തമ്മിൽ വാക്പോർ കഴിഞ്ഞ ദിവസം കഴിഞ്ഞു. അതായത് പിണറായി വിജയനെ ജയിലിൽ പിടിച്ചിടാത്ത എന്താണ്? സോറനെയും ഡൽഹി മുഖ്യമന്ത്രിയെയും ജയിലിൽ പിടിച്ചിട്ടു. പിണറായി വിജയനെ ജയിലിൽ ഇടാത്തത് എന്താണ്? അത് BJP-യുമായിട്ടുള്ള രഹസ്യ ബാന്ധവത്തിൻ്റെ പേരിലാണെന്ന് പറയുകയും കഴിഞ്ഞ ദിവസം പ്രിയങ്ക ഗാന്ധി വന്ന് ഇതേ നാണയത്തിൽ ആവർത്തിക്കുകയും ചെയ്തു. പക്ഷേ പിണറായി വിജയൻ അപ്പം അതിന് തിരിച്ച് മറുപടി പറഞ്ഞത്, എനിക്ക് ഭയമില്ല, ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് ഞങ്ങളെ പിടിച്ച് ജയിലിലിട്ടതാണ്. പക്ഷേ പിണറായി വിജയൻ മാന്യൻ ആയതുകൊണ്ടാവാം എന്തുകൊണ്ട് ജയിലിൽ കയറാതെ ജാമ്യമെടുത്ത് നിൽക്കുന്ന രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും അല്ലെങ്കിൽ ഇന്നലെ വന്ന് പറഞ്ഞ പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവിൻ്റെ പേരിൽ നിരവധി അഴിമതി കേസുകൾ ഉണ്ടെന്ന് ചോദിക്കാത്തത്. ഞാൻ ഈ ചോദിച്ചത് ഇപ്പം ബാലേന്ദ്ര സാർ പറഞ്ഞ പൊളിറ്റിക്സ് ആണല്ലോ മോദി ഇന്ത്യയിൽ ഉൾപ്പെടെ ചർച്ച ചെയ്യുന്നത്. ഇവിടെ 80% വരുന്ന ഹിന്ദുക്കൾ ഉൾപ്പെടെ ഉള്ളിടത്ത് ബാലേന്ദ്ര സാർ തന്നെ പറഞ്ഞു കോൺഗ്രസ് പൊളിറ്റിക്സ് ന്യൂനപക്ഷം. ഈ ന്യൂനപക്ഷം മോദി എന്തോ വിദ്വേഷ പ്രസംഗം നടത്തിയെന്നാണ് പറയുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ മോദി പറഞ്ഞു ഈ പ്രകടന പത്രികയ്ക്കകത്ത് ഉള്ള കാര്യം ഇന്നതാണ്. ഇവിടുത്തെ മൻമോഹൻ സിംഗ് 2006 പറഞ്ഞ പാർലമെന്റിൽ നടത്തിയ പ്രസംഗം ഇവിടുത്തെ ആദ്യത്തെ അവകാശികൾ, സമ്പത്തിന്റെ അവകാശികൾ ഇന്ത്യ രാജ്യത്തെ മുസ്ലിങ്ങളാണെന്ന് പറഞ്ഞു. ഇത് എടുത്താവർത്തിച്ചതല്ലേ ഉള്ളൂ മോദി? അല്ലല്ല, ഞാൻ ഒന്ന് പറഞ്ഞു തന്നോട്ട് സാറിനെ സംശയം. സാർ പറഞ്ഞതിന്റെ ഇത് എടുത്താവർത്തിച്ചല്ലേ ഉള്ളൂ മോദി. ഈ മോദി മൻമോഹൻ സിംഗും സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഇവിടുത്തെ മുസ്ലിങ്ങൾക്ക് വേണ്ടി സംസാരിക്കുമ്പോൾ അത് ഒരു മതേതരത്വവും, അതേപോലെ തന്നെ 80% വരുന്ന ഇവിടുത്തെ ഹിന്ദുക്കൾക്ക് വേണ്ടി മോദി എന്തെങ്കിലും പറഞ്ഞാൽ അത് മതവിരുദ്ധവുമാകുന്നത് എങ്ങനെയാണ്? അപ്പം കഴിഞ്ഞ ദിവസം ഇന്നലെ രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്നത്, ഞാനിവിടെ ലക്ഷാധിപതികളെ ഉണ്ടാക്കും, കോടീശ്വരന്മാരായിട്ടുള്ള 22 പേരെയാണ് മോദി കഴിഞ്ഞ 5-10 കൊല്ലമായിട്ട് ഉണ്ടാക്കിയത്. അതിന്റെ മുമ്പത്തെ പ്രാവശ്യം ഒഡീഷയിലാണെന്ന് തോന്നുന്നു അദ്ദേഹം പ്രസംഗിച്ചത്, ഞാൻ ഇവിടുത്തെ പണക്കാരന്റെ സമ്പത്ത് പിടിച്ചു വാങ്ങി പാവപിടിച്ചവർക്ക് കൊടുക്കും. അത് തന്നെയല്ലേ മോദി പറഞ്ഞത്. താലി പറിക്കുന്ന ജോലി കോൺഗ്രസ് ഏറ്റെടുക്കാൻ പോവുകയാണ്. ഇവിടുത്തെ അവരുദ്ദേശിക്കുന്ന ആൾക്കാർക്ക് ഈ രാജ്യത്തിന്റെ സമ്പത്ത് വീതിച്ചു കൊടുക്കാൻ പോവുകയാണ്. കഴിഞ്ഞ ദിവസം ഇയാളുടെ അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ നമ്മുടെ രാഹുൽ ഗാന്ധിയുടെ ഏറ്റവും വേണ്ടപ്പെട്ട അല്ലെങ്കിൽ ഉപദേശകനായിട്ടുള്ള സാമ്പത്തിക പറഞ്ഞതെന്താണ്? അമേരിക്കൻ മോഡൽ ഭരണപരിഷ്കാരം അല്ലെങ്കിൽ സാമ്പത്തിക പരിഷ്കാരം ഇന്ത്യ മുന്നണി വന്നാൽ കൊണ്ടുവരും. ഇത് തന്നെയാണ് മോദി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് എന്ത് വർഗീയ ധ്രുവീകരണമാണ് പറയുന്നത്? ധ്രുവീകരണത്തെക്കാൾ അധികമായി നയമാണ് പ്രശ്നം. ഈ നയ രൂപീകരണത്തിലും നയം പ്രഖ്യാപിക്കുന്നതിലും നയം പ്രാവർത്തികമാക്കുന്നതിലും എങ്ങനെ കാര്യങ്ങൾ നേടുന്നു എന്നുള്ളതാണ്. ഇവിടെ പിണറായിക്കെതിരായി ആരോപണങ്ങളുടെ ഒരു ഘോഷയാത്രയാണ്. അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക കൊള്ളയെക്കുറിച്ച്, മകളുടെ സാമ്പത്തിക കൊള്ളയെക്കുറിച്ച് നിരന്തരമായി പരാമർശിക്കപ്പെടുന്നു. അദ്ദേഹത്തിൻ്റെ പ്രധാന സെക്രട്ടറിമാരിൽ 2 പേർ, ഒരാൾ അകത്ത് കിടക്കുന്നു, ഒരാൾ അകത്ത് കിടന്നിട്ട് പുറത്തിറങ്ങി വന്നു. പിന്നൊന്ന് ഇവരുടെ പേരിൽ പിന്നെ ലാവ്ലിൻ കേസ് പ്രസക്തമായി നിൽക്കുകയല്ലേ. ആ ലാവ്ലിൻ കേസിനെ കുറിച്ച് ഒരു തീരുമാനമെടുക്കുന്നില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എതിരായിട്ട് പിണറായിക്കെതിരായി ഒരു നയം സ്വീകരിക്കാതെയും പ്രവർത്തനം സ്വീകരിക്കാതെയും പോകുന്ന BJP സർക്കാരും ഇവർ തമ്മിൽ ബാന്ധവമുണ്ട് എന്ന് പറയുന്നത് പോലെ രഹസ്യ ബാന്ധവമുണ്ട് എന്നാണ് എല്ലാവരും കരുതുന്നത്. അപ്പോൾ കോൺഗ്രസ്സുകാർ അത് പറയുന്നു. അത് പറയുമ്പോൾ അവർക്കെതിരായി പരാമർശങ്ങൾ വരുന്നതിനേക്കാളധികമായി ആരോപണ പ്രത്യാരോപണങ്ങളാണ്.
ഈ ആരോപണ പ്രത്യാരോപണങ്ങൾ കൊണ്ട് ഇരുട്ടുകൊണ്ട് ഓട്ടയടയ്ക്കുന്നു എന്ന് പറയുന്നത് ഒന്നും ഓട്ടയടയ്ക്കാൻ പറ്റത്തില്ല. ഇപ്പോൾ തെരഞ്ഞെടുപ്പിൽ നടത്താൻ പോകുന്ന അഴിമതി, ഇന്നിപ്പോൾ ഉള്ള വാർത്തയിൽ രമ്യ ഹരിദാസിൻ്റെ മണ്ഡലത്തിൽ എതിർ സ്ഥാനാർത്ഥിയായ മുൻമന്ത്രിയല്ല അവർ മുൻമന്ത്രി രാധാകൃഷ്ണൻ്റെ അകമ്പടി വാഹനത്തിൽ മാരകായുധങ്ങളുമായി കൊണ്ടുപോയാൽ പിടിച്ചിരിക്കുന്നു. ഒന്ന്, വയനാട്ടിൽ ഒരു ഫുഡ് പാക്കറ്റുകൾ കിറ്റുകൾ അത് ഇന്നലെ രാത്രി പിടിച്ചു. BJP-യുടെ പേരിലാരോണം. അതെ അതെ. അപ്പോൾ ഓരോന്നും ഓരോ ദിവസം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ നോക്കുമ്പോൾ ഇവിടെ ഒരു നല്ല മത്സരം ഇപ്പോൾ ഉണ്ടെങ്കിലും ഹിന്ദു കമ്മ്യൂണിറ്റിയുടെ കേരളത്തിലെ ജനവികാരം ഇങ്ങനെ ഒരുമിച്ച് നിന്നുകൊണ്ട് മറ്റ് സമുദായങ്ങളെ എതിർക്കാനോ തോൽപ്പിക്കാനോ വേണ്ടിയുള്ളതല്ല. അതിനെയാണല്ലോ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറയുന്നത് മൃദു ഹിന്ദുത്വ സമീപനമാണ് കോൺഗ്രസിനുള്ളത് എന്നത്. അത് സ്വാതന്ത്ര്യം കിട്ടിയ കാലം തൊട്ട്, നെഹ്റുവിൻ്റെ കാലം തൊട്ട്, ഗാന്ധിയുടെ കാലം തൊട്ടുള്ളതാണ്. അവരുടെ കാലഘട്ടത്തിൽ ഈ ഹിന്ദുത്വത്തെ മറികടക്കാതെ തന്നെ മുന്നോട്ട് പോയി. പക്ഷേ ഇവർ വന്നു കഴിഞ്ഞപ്പോൾ പ്രത്യേക അജണ്ട വയ്ക്കുന്നു. ഏതൊക്കെയാണ്? ഒന്ന് രാമൻ, ഒന്ന് രാമക്ഷേത്രം, ഒന്ന് ദണ്ഡ്, ഇങ്ങനെ പറയുന്ന ഒരുപാട് ഘടകങ്ങൾ വെച്ച് ക്ഷേത്രങ്ങളിലൂടെ ഈ കാര്യങ്ങൾ നടത്തിക്കൊണ്ടു പോവുകയല്ല ആവശ്യം. ഹിന്ദുക്കളിൽ തന്നെ എത്രയോ ദാരിദ്ര്യം അനുഭവിക്കുന്നവരുണ്ട്. 7.5 കോടി ദരിദ്രരുണ്ട് ഇവിടെ. 7.5 കോടി ആൾക്കാർക്ക് വസ്ത്രമില്ല, ഭക്ഷണമില്ല, വീടില്ല. ആ ദാരിദ്ര്യമൊന്നും മാറ്റാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടോ? പക്ഷെ അദാനിയെ പോലെയുള്ളവരെ വീണ്ടും വീണ്ടും അവർക്ക് വേണ്ടി പണിയെടുക്കുകയും അവരുടെ വ്യവസായ സ്ഥാപനങ്ങൾക്ക് കൂടുതൽ പണം എത്തിച്ചു കൊടുക്കാൻ ശ്രമിക്കുകയും ചെയ്യുകയാണ്. നോട്ട് നിരോധനം തുടങ്ങി ഇന്ന് വരെയുള്ള കാര്യങ്ങളിൽ ഇവർ പറയുന്നത് സൃഷ്ടിപരമായി എന്താണ് പറയുന്നത്? ആകെ പറയുന്നത് മുസ്ലിം വിരോധം, ക്രിസ്ത്യൻ വിരോധം, ഹിന്ദുത്വം. ഇത് 3 മുദ്രാവാക്യങ്ങൾക്കപ്പുറത്ത് ഇന്ത്യയെക്കുറിച്ച് എന്ത് പറയുന്നു? ഇന്ത്യയിൽ ഞങ്ങൾ ഇന്നത് ചെയ്യാൻ പോകുന്നു, ഇന്ന കാര്യങ്ങൾ ചെയ്യാം. പിന്നെ കൊച്ചു കൊച്ചു കാര്യങ്ങൾ ചെയ്തിട്ട് അത് ചൂണ്ടിക്കാണിച്ചിട്ട് മുന്നോട്ട് പോയിട്ട് കാര്യമുണ്ടോ? കർഷകരുടെ പ്രശ്നത്തിൽ, തൊഴിലില്ലായ്മയുടെ കാര്യത്തിൽ ഇവർ പ്രാവർത്തികമാക്കാൻ പോകുന്ന പരിപാടികളെക്കുറിച്ച് ഇവർക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? പറയാനില്ല. അപ്പോൾ സ്വാഭാവികമായി ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു സിസ്റ്റമാറ്റിക്കായി ക്രിയാത്മകമായി ചെയ്യാൻ കഴിയുന്ന കാര്യത്തിൽ നിന്ന് വിട്ടുനിന്നിട്ട് അവർ ഇത്തരം പൊള്ളയായ കൊച്ചു കൊച്ചു കാര്യങ്ങൾ, വികാരങ്ങളെ എടുത്ത് പന്തടിക്കാൻ, അതിൽ ഒരു അഗ്നിശിഖ ഉണ്ടാക്കാൻ വേണ്ടിയാണ് BJP ശ്രമിക്കുന്നത്. ആ BJP ശ്രമിക്കുമ്പോൾ അതിനെതിരെ ആഞ്ഞടിക്കുന്ന ഇന്ത്യ മുന്നണി, അതിനെതിരെ സ്ഥാനാർത്ഥികളെ നിർത്തുന്ന ഇന്ത്യ മുന്നണി, അതിനെതിരെ ഐക്യമുണ്ടാക്കിയ ഇന്ത്യ മുന്നണി, ആ ഇന്ത്യ മുന്നണിയുടെ ഇപ്പോൾ തലപ്പത്തിരിക്കുന്ന രാഹുൽ ഗാന്ധിയെ നഖശികാന്തം എതിർക്കുകയും ആക്ഷേപിക്കുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായി തിരിച്ചടയ്ക്കും. ആ തിരിച്ചടിക്കുന്നതിൽ രാഹുൽ ഗാന്ധി ആക്ഷേപിക്കുന്നുണ്ട്. ഖാർഗെ വന്നിട്ട് ഇന്നലെ ആക്രമിച്ചിട്ട് പോയിട്ടുണ്ട്. പ്രിയങ്ക ഇന്നലെ ആക്രമിച്ചു. അപ്പോൾ സ്വാഭാവികമായി ഇങ്ങോട്ടടിക്കുമ്പോൾ തിരിച്ചടിയും കൊടുക്കുള്ളൂ. സാറേ, ഇതിനകത്ത് ഞാൻ ഇദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ വിദ്യം പറഞ്ഞു 1-2 കാര്യങ്ങൾ ചോദിച്ചോട്ടെ. കഴിഞ്ഞ പിണറായി വിജയൻ അഴിമതിക്കാരനാണ്, പിണറായി വിജയൻ്റെ മകൾ അഴിമതിക്കാരിയാണ്. പക്ഷേ പിണറായി വിജയൻ്റെ പേരിൽ ഇതുവരെ ഒരു കേസും രജിസ്റ്റർ ചെയ്തിട്ടില്ല. അപ്പം ധാർമ്മികമായിട്ട് ദേശീയ ലെവലിൽ നാളെ കാലത്തെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാവാൻ നിൽക്കുന്ന രാഹുലിനെ പോലെയുള്ള ഒരാൾ ബൂത്ത് പ്രസിഡന്റ്, കോൺഗ്രസിൻ്റെ ബൂത്ത് പ്രസിഡന്റ് ആണെന്നല്ല ഏറ്റവും താഴത്തിലുള്ള ബൂത്ത് പ്രസിഡന്റ് സംസാരിക്കുന്ന പോലെ സംസാരിക്കരുത്. പിണറായിയുടെ മുകൾ അഴിമതി കാണിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ പേരിലാണ് അന്വേഷണം. പിണറായിയുടെ പേരിൽ ഒരു അന്വേഷണവും വരേണ്ട കാര്യമില്ല. അയാളെ പിടിച്ച് ജയിലിടാൻ ഇന്ന് നിലവിൽ കേസില്ല. രണ്ടാമത്, ലാവ്ലിൻ കേസിനകത്ത് എങ്ങനെ ഇവിടുത്തെ ഇന്ത്യയുടെ BJP പ്രധാനമന്ത്രിക്ക് ഇടപെടാൻ സാധിക്കുന്നത്? ഇവിടുത്തെ ഹൈക്കോടതി വെറുതെ വിട്ട ഒരു കേസ് CBI അപ്പീൽ കൊടുത്തിട്ടാണ് സുപ്രീം കോടതി പരിഗണിച്ചിരിക്കുന്നത്. 37 തവണ മാറ്റിവെക്കുമ്പോൾ 2 ജഡ്ജിമാർ വീതമുണ്ട്. ഓരോ തവണയും അദ്ദേഹത്തിന് കോടതിയെ പറ്റിയൊക്കെ അറിയാമല്ലോ, എന്നെക്കാട്ടിൽ അറിവുള്ള മനുഷ്യനാണ് എല്ലാ രീതിയിലും. 2 ജഡ്ജിമാർ വീതമാണ് ഓരോ തവണ വിളിക്കുമ്പോഴും വരുന്നത്. ഈ 37 തവണ എത്ര ജഡ്ജിമാർ വന്നു കാണുക? ഇത്രയും ജഡ്ജിമാര് നമ്മുടെ മജിസ്ട്രേറ്റ് കോടതിയുടെ കൂട്ടല്ല, ഓരോ തവണയും ജഡ്ജിമാർ മാറി മാറിയാണ്. ഇത്രയും ജഡ്ജിമാരെ സ്വാധീനിച്ച് നരേന്ദ്രമോദി പിണറായി വിജയന് വേണ്ടി കേസ് മാറ്റിവെക്കുകയാണ്. അത് മാത്രമല്ല, ജഡ്ജിമാർ മാറിയത് മാത്രമല്ല, കേസ് അഡ്വക്കേറ്റുകൾ വരുന്നില്ല, ഹാജരാകുന്നില്ല. അല്ല, അത് ആരുടെ അഡ്വക്കേറ്റ് വരുന്നില്ല? ബാലേന്ദ്ര സാറേ, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം, ഞാൻ CPM-ന് വേണ്ടി സംസാരിക്കും, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇയാൾക്കെതിരെ തെളിവില്ല ലാവ്ലിൻ കേസിൽ. ഈ തെളിവില്ലാതെ തെളിവുണ്ടെന്നും പറഞ്ഞുകൊണ്ട് സുപ്രീം കോടതി കൊണ്ടുവന്ന് CBI
പെറ്റീഷൻ ഫയൽ ചെയ്തിരിക്കുകയാണ്. ആദ്യമേ സുപ്രീം കോടതി പോലുള്ള കോടതി വെറുതെ വിട്ട ഒരു കേസിന് ആദ്യമേ ചോദിക്കുന്നത് എന്താണെന്ന് ഇദ്ദേഹത്തിന് അറിയാമല്ലോ. അതിൻ്റെ ഡോക്യുമെൻ്റ് ചോദിക്കും. ഡോക്യുമെൻ്റ് ചോദിച്ചിട്ട് ആ സാധനമില്ലെങ്കിൽ അന്നേരം കേസ് തള്ളുകയാണ്. CBI മുഖം രക്ഷിക്കാൻ വേണ്ടി കേസ് മാറ്റി വെക്കുന്നതിന് പിണറായി വിജയൻ എന്ത് വേണം? പിണറായി വിജയനെ അല്ലല്ലോ കുറ്റപ്പെടുത്തുന്നത്. അല്ല, മോദി എന്ത് വേണം? അപ്പൊ നിങ്ങൾ ഈ കൂട്ടിക്കെട്ടുന്നത് മോദിയും പിണറായി വിജയനും ലാവലിൻ കേസിൽ അഡ്ജസ്റ്റ്മെന്റ് ആണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. എങ്ങനെയാണെന്ന് സ്വാഭാവികമായി ഇത് വേണമെങ്കിൽ അത് ഇത് ചെയ്യാമല്ലോ, ക്ലോസ് ചെയ്യാമല്ലോ. അല്ല, ക്ലോസ് ചെയ്യണമെങ്കിൽ ക്ലോസ് ചെയ്യണമെങ്കിൽ ഇവരുടെ സ്വാധീനമുണ്ടല്ലോ, കോടതിയിലുണ്ട്, ഇല്ല ഇലക്ഷൻ കമ്മീഷനിലുണ്ട്. ഞാൻ പറയും കോടതിയിലും ഇലക്ഷൻ കമ്മീഷനിലും എല്ലാത്തിലും ഭരിക്കുന്ന പാർട്ടി, അദ്ദേഹത്തിന്റെ പാർട്ടി 55 കൊല്ലം ഇന്ത്യ മഹാരാജ്യം ഭരിച്ചാണല്ലോ. ഇവിടെ എല്ലാം വ്യക്തമായ സ്വാധീനം ഉണ്ടാവുമെന്ന് അറിയാമല്ലോ. അപ്പം ഞാൻ ഈ ചോദിക്കുന്നത്, എന്തുവായാലും 37 പ്രാവശ്യം വരുന്ന ജഡ്ജിമാർ ഒരുപോലെ ജഡ്ജിമാരല്ല, കോടതിയിൽ സ്വാധീനം കാണും. എല്ലാ ജഡ്ജിമാരിലും സ്വാധീനം ഉണ്ടെന്നും പറയാനൊക്കത്തില്ല. ഇപ്പോഴത്തെ സുപ്രീം കോടതി ജഡ്ജിയിൽ അല്ലെങ്കിൽ ചീഫ് ജസ്റ്റിസിനകത്ത് നരേന്ദ്രമോദിക്ക് എന്ത് സ്വാധീനമുണ്ട്? നരേന്ദ്രമോദിക്ക് പല കാര്യങ്ങളിൽ ഒന്ന് മാത്രമാണ്. സ്വപ്ന സുരേഷ് ഉന്നയിച്ച കള്ളക്കടത്തിന്റെ കാര്യങ്ങൾ, പണം കൊണ്ടുവന്നതിൻ്റെ കാര്യങ്ങൾ, ഒരു ബ്രീഫ് കേസിനകത്ത് പണം കൊണ്ടുവന്നതിനെക്കുറിച്ച് ഒക്കെ സ്വപ്ന സുരേഷ് പറഞ്ഞിട്ട് സ്വപ്ന സുരേഷിനെതിരായ ഒരു കേസെടുക്കാനോ സ്വപ്ന സുരേഷ് പറഞ്ഞതിനെ നിഷേധിക്കാനോ കഴിയുന്നില്ല. അപ്പം ഞാൻ അതല്ല, കഴിയും. പക്ഷെ കഴിഞ്ഞാൽ അങ്ങനെ വരുന്നതിനെക്കുറിച്ചുള്ള വിചാരണകളോ അന്വേഷണങ്ങളോ സംഭവിച്ചാൽ ഇത് പറയേണ്ടി വരും. പിന്നെ മണൽക്കടത്ത് ഒന്ന് നിരോധിക്കാമായിരുന്നു. അതിന് ഇദ്ദേഹം രണ്ടാമത് മണൽക്കടത്തിന് വേണ്ടിയുള്ള അനുവാദം കൊടുത്തു. ശരി, ബാലേന്ദ്രൻ സാർ പറയുന്ന കാര്യം ഞാൻ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് തന്നെ ഞാൻ ചോദിക്കുകയാണ്. സ്വർണ്ണ കള്ളക്കടത്തിനകത്ത് പിണറായി വിജയന് അല്ലെങ്കിൽ പിണറായി വിജയൻ സ്വർണ്ണക്കള്ളക്കടത്തിന് കൂട്ടുനിന്നു എന്ന് തന്നെ വിചാരിച്ചാൽ തന്നെയും ഇപ്പൊ പിണറായി വിജയന്റെ പേരിൽ കേസെടുത്തിട്ടില്ല. രണ്ടാമത് മണൽ കള്ളക്കടത്ത് എടുക്കേണ്ടത് കേരളത്തിലെ പോലീസാണ്. പോലീസ് ആദ്യം അത് നടക്കത്തില്ലെന്നുള്ള അറിയാം. ഞാൻ പറഞ്ഞു വരുന്നത് ക്രൈംബ്രാഞ്ച് എടുക്കണം, അല്ലെങ്കിൽ ED എടുക്കണം. ഞാനീ പറഞ്ഞത് ഇപ്പം ബാലിശമായിട്ട് ഉന്നയിക്കുന്ന ആരോപണത്തിന് കഴമ്പില്ലെന്നേ പറഞ്ഞുള്ളൂ. അതുപോലെ കാര്യങ്ങൾ കർത്തയ്ക്കകത്തിലെ ആരോപണം ഇദ്ദേഹം പറയുന്നത് ഞാൻ കേട്ടു. പക്ഷെ ഇതിന് കേസ് വേണ്ടേ? കേസില്ലാത്തടത്തോളം കാലം ഇയാളെ പിടിച്ച് ജയിലിലുണ്ടോ എന്ന് പറയുന്നത് നടക്കത്തില്ല. കേസ് ഒഴിവാക്കാൻ വേണ്ടിയും അത് ശരിയായി നിരുത്സാഹപ്പെടുത്താനും നിർജീവമാക്കാനും ബോധപൂർവമായി മനഃപൂർവമായി ഒരു ഭരണാധികാരി, അതും ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ഒരു മന്ത്രി സ്വാഭാവികമാകുന്നു ചെയ്യാൻ പറ്റില്ല. പക്ഷേ അങ്ങനെ ചെയ്യുന്നുണ്ടാവാം, അത് അദ്ദേഹത്തിന് നിലനിൽപ്പിന് വേണ്ടിയാവാം, അത് അതിന്റെ പേര് അഴിമതി നിന്നാവാം. പക്ഷേ ഞാനീ പറഞ്ഞത് ഇപ്പം നിലവിലെ അറസ്റ്റ് ചെയ്യാൻ റൈറ്റ് ഇല്ല, പുള്ളിയുടെ പേര് കേസില്ല. രണ്ടാമത് അത് ആരോപണം. രണ്ടാമത് ഈ പറഞ്ഞ മോദി ഹിന്ദു വിരുദ്ധത അല്ലെങ്കിൽ മുസ്ലിം വിരുദ്ധത നടത്തുന്നു, ദണ്ട് ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ ഹിന്ദുക്കൾക്ക് വേണ്ടി സംസാരിക്കുന്നു എന്നൊക്കെ ഇദ്ദേഹം പറഞ്ഞല്ലോ. ഈ കോൺഗ്രസ് എന്താണ് ചെയ്യുന്നത്? നെഹ്റുവിൻ്റെ കാലം തൊട്ട് കോൺഗ്രസ് എന്താണ് ഇന്ത്യയെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? നെഹ്റുവിൻ്റെ കാലത്ത് ഇന്ത്യ വിഭജനം വേണ്ട, ജിന്നയെ പ്രധാനമന്ത്രിയാക്കാമെന്ന് പറഞ്ഞപ്പോൾ പാകിസ്ഥാൻ ഉണ്ടായാലും കുഴപ്പമില്ല, എനിക്ക് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആവുമെന്ന് പറഞ്ഞ നെഹ്റു. ഞാൻ പറഞ്ഞു, സാർ മറുപടി പറഞ്ഞു എന്ന് പറഞ്ഞില്ല. ഇന്ത്യയുടെ ചരിത്രത്തിൽ ജിന്ന ഒരു കാരണവശാലും കോൺഗ്രസിനോട് കൂടി യോജിച്ചു കൊണ്ടുപോകാൻ മുസ്ലിം ജനതയും തയ്യാറായിരുന്നില്ല. അല്ല, ആദ്യം കോൺഗ്രസ് സമരത്തിൽ പോലും ഇവർ വന്നില്ല. പിന്നെയാണ് മഹാത്മാഗാന്ധി ഖിലാഫത്ത് സമരത്തിലൂടെ ഇവരെ കൂട്ടി യോജിപ്പിച്ചു. അല്ല, അത് അങ്ങനെ ആയിക്കോട്ടെ. ഞാൻ എൻ്റെ തർക്കം പറഞ്ഞു. രണ്ടാമത് കാശ്മീർ വിഷയം യു എൻ എ കൊണ്ടുപോയതാരാ? കാശ്മീർ പ്രശ്നം നമ്മുടെ ആഭ്യന്തര പ്രശ്നമാണ്. കാശ്മീരിലെ പ്രശ്നം ഇവിടെ പരിഹരിക്കേണ്ടത് ഇതുകൊണ്ടെന്ന് ലോക നിലവാരത്തിൽ ഇട്ടുകൊടുത്ത നെഹ്റു അല്ലേ? അപ്പം അന്നും ഇന്നും ഇവിടുത്തെ അദ്ദേഹം നിരീശ്വരവാദിയാണ്. പക്ഷേ എപ്പോഴും അദ്ദേഹത്തിൻ്റെ ഒരു വാദം മുസ്ലിം വാദത്തിന് വേണ്ടി ഉണ്ടായിരുന്നു. അതിങ്ങോട്ട് കോപ്പി ചെയ്ത് വന്ന് ഇപ്പം ഏറ്റവും അവസാനം 2024 തെരഞ്ഞെടുപ്പിൽ മൃദു ഹിന്ദുത്വ സമീപനം എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ മുസ്ലിങ്ങൾക്ക് ഇവിടുത്തെ ഹിന്ദുക്കളുടെ സ്വത്തൂടെ എടുത്തു കൊടുക്കണം എന്ന് പറയുന്ന രീതിയിലുള്ള പ്രകടന പത്രികയും ആനുകൂല്യങ്ങളും ഒക്കെ വെച്ച് നീട്ടുമ്പോൾ അത് ഏതെങ്കിലും ഭരണാധികാരി തിരിച്ചു പറയുമ്പോൾ അത് ധ്രുവീകരണമാണെന്ന് പറയുന്നതിനകത്ത് ഒരു അർത്ഥവുമില്ല സാറേ. ഞാനതേ പറഞ്ഞല്ലോ, 1947 അല്ല, 2024 ഒരുപാട് മാറ്റങ്ങൾ വന്നു. ജനങ്ങളുടെ ജീവിത രീതിയിൽ മാറ്റങ്ങൾ വന്നു, വിശ്വാസ പ്രമാണങ്ങളിൽ മാറ്റങ്ങൾ വന്നു. അപ്പോൾ സ്വാഭാവികമായി മാറ്റങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ ഈ മുസ്ലിം സമുദായം അങ്ങ് വളർന്നു.
സാമ്പത്തികമായി വളർന്നു, പിന്നെ ജനസംഖ്യയിൽ വളർന്നു. അതെ. അതിനകത്ത് തന്നെ അവർക്ക് സുരക്ഷിതത്വമില്ല എന്ന് പറഞ്ഞുകൊണ്ട് തീവ്രവാദമുണ്ടായി. ആ തീവ്രവാദത്തെ പുറത്തു നിന്നുള്ളവർ സഹായിക്കുന്നു. അങ്ങനെയൊക്കെ വരുമ്പോഴാണ് ഈ തീവ്രമായ സ്റ്റെപ്പുകൾ എടുക്കാൻ ഒരു ഭരണാധികാരിക്ക് തയ്യാറാവുന്നത്. അതിനേക്കാൾ അധികമായി ഈ രാജ്യത്തെ സ്പർശിക്കുന്ന ഘടകങ്ങളെ കുറിച്ച് പ്രതിപാദിക്കാതെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളുടെ പേരിലാണ് രാഹുൽ ഗാന്ധിക്കെതിരായി 10 27 കേസുകൾ വിവിധ സ്റ്റേറ്റുകൾ നടത്തിയത്. എന്ത് കാര്യത്തിന് വേണ്ടി? അതൊക്കെ രാഷ്ട്രീയമായിരിക്കും. അല്ല ഇപ്പം എന്ത് കാര്യത്തിന് വേണ്ടി? അതൊക്കെ സ്വാഭാവികമായി പ്രതിയോഗികളെ നിർവീര്യമാക്കാനോ നിശബ്ദമാക്കാനോ ശ്രമിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ രാഹുൽ ഗാന്ധിക്കെതിരായി ഇത്രയും കേസുകൾ ഉണ്ടാക്കിയത്. അപ്പോൾ സ്വാഭാവികമായി പുറകെ നടന്ന് വേട്ടയാടുകയാണ്. ഇപ്പോൾ അവർ പറയുന്നത് കോൺഗ്രസിൻ്റെ സമ്പത്ത് മുഴുവൻ ഇൻകം ടാക്സ് ഏറ്റെടുക്കുകയോ മരവിപ്പിക്കുകയോ ചെയ്തു. ഇപ്പോൾ പണമില്ല. അല്ല, ഇപ്പം അത് റിലീസ് ചെയ്തിട്ടുണ്ട്. ഇലക്ഷൻ കഴിഞ്ഞിട്ട് ഇനിയിപ്പം അതിനകത്ത് തീരുമാനം ഉണ്ടാകുമെന്ന് പറഞ്ഞത്. തീരുമാനം ഉണ്ടാകും. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഇദ്ദേഹം കോളേജ് പ്രൊഫസറാണ്, ഇദ്ദേഹത്തിൻ്റെ ഭാര്യ കോളേജ്. എത്ര രൂപ ടാക്സ് അടയ്ക്കുന്നുണ്ടായിരുന്നു ഒരു മാസം? ഒരു സാധാരണ പൗരനാണല്ലോ എത്ര രൂപ ടാക്സ് അടയ്ക്കുന്നുണ്ട്? ഇദ്ദേഹത്തിന് കൂടി വന്നാൽ ഒരു 3 ലക്ഷം രൂപ 4 ലക്ഷം രൂപ മാസം വരുമാനം കാണും ഭാര്യയ്ക്ക്. അല്ല വേണ്ട പോട്ടെ, ഞാൻ എനിക്ക് എത്ര രൂപ ടാക്സ് അടയ്ക്കുന്നുണ്ടായിരുന്നു? മുഴുവൻ ടാക്സ്. സീതാറാം യെച്ചൂരി കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിരുന്ന കാലം തൊട്ട് ഇന്ത്യ മഹാരാജ്യത്ത് ടാക്സ് സംവിധാനത്തിന് ടാക്സ് അടയ്ക്കാത്ത ഒരു പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി. അതില്ലേ ആ കോൺഗ്രസ് പാർട്ടി എപ്പോൾ ടാക്സ് അടയ്ക്കണമെന്ന് പറഞ്ഞാലും സ്വാധീനമുള്ള ഒരു വക്കീലിനെ വെച്ചിട്ട്, സ്വാധീനമുള്ള ഇദ്ദേഹം പറഞ്ഞതുപോലെ ഒരു മജിസ്ട്രേറ്റിന്റെ മുമ്പിൽ പോയിട്ട് അതിനൊരു തടസ്സകർശി മേടിച്ച് മുന്നോട്ട് പോകുന്നതാണ് ഇത് ഇന്ത്യ രാജ്യത്ത്. പ്രശാന്ത് എനിക്കെതിരെ ചെയ്തിട്ട് അതിൽ നിന്ന് ഒളിച്ചോടി പോകുന്നത് ശരിയല്ല. ഞാൻ കോളേജ് പ്രൊഫസറാണ്, എന്റെ ഭാര്യ കോളേജ് പ്രൊഫസറാണ്. ഞാൻ പറയുന്ന ടാക്സ് അടച്ച് ജീവിക്കുന്ന മനുഷ്യനാ സാധാരണയായിട്ടുള്ള അക്കൗണ്ട് പണിയാ വരുന്നത്, ബാങ്കിലൂടെയാണ് വരുന്നത്, ട്രഷറിയിലൂടെയാണ് വരുന്നത്. ഞാൻ ചോദിച്ച സാറിന് ഇൻസൾട്ട് ചെയ്തതല്ല. സ്വാഭാവികമായി ചോദ്യം ചോദിച്ചപ്പോ സ്വാഭാവികമായി ഞാൻ ടാക്സ് അടയ്ക്കാത്ത ആളാണ് അങ്ങനെ ഒരു ധ്വനി വന്നു. അപ്പോ ഞാൻ ടാക്സ് അടച്ചുകൊണ്ട് ഞാൻ പറഞ്ഞ അത് തന്നെ, ടാക്സ് അടയ്ക്കാതിരിക്കാൻ പറ്റത്തില്ല സാർ. ഞാനതാ പറയാം, അയ്യോ ടാക്സ് അടയ്ക്കാതിരിക്കാത്തതാണെന്നല്ലോ പറയാം. എങ്ങനെ ടാക്സ് അടയ്ക്കാതിരിക്കാൻ പറ്റുന്നത്? ഞാൻ പറഞ്ഞ സാറിനെ പോലുള്ള ഒരു സാധാരണ മനുഷ്യൻ പോലും ടാക്സ് അടയ്ക്കുന്ന കാലത്ത് ഇന്ത്യ 55 കൊല്ലം ഭരിച്ചുകൊണ്ടിരുന്ന ഇന്ത്യ മഹാരാജ്യത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇവിടുത്തെ സംവിധാനം, ഈ രാജ്യത്തിന്റെ സംവിധാനം നിലനിർത്തണ്ടേ? ഇവിടുത്തെ സാധാരണക്കാരന് പെൻഷൻ കൊടുക്കണ്ടേ? സാധാരണക്കാരന് വിദ്യാഭ്യാസം കൊടുക്കണ്ടേ? അല്ലെങ്കിൽ ആനുകൂല്യങ്ങൾ കൊടുക്കണ്ടേ? കൊടുക്കണ്ട പൈസ ടാക്സ് ആയിട്ട് അടയ്ക്കത്തില്ലെന്ന് പറഞ്ഞാൽ അത് എന്ത് ജനാധിപത്യം? ആ ടാക്സ് ചോദിക്കുമ്പോൾ അത് മോദിയുടെ വിരോധം കൊണ്ടാ ചോദിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇവരുടെ കാര്യങ്ങളിലേ പറയുന്നുള്ളൂ. ഇവിടെ അദാനി ശതകോടീശ്വരനായി, അദാനി പോലെയുള്ളവർ അവരുടെ ടാക്സുകൾ ഇളവ് ചെയ്ത് കൊടുക്കുകയാണ് പലതിലും. കേക്ക് അപ്പോൾ അവരുടെ ടാക്സുകൾ ഇളവ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഇളവ് ചെയ്ത് കൊടുത്തുകൊണ്ട് പോകുന്ന ഈ വമ്പന്മാർ കൂടുതൽ വമ്പന്മാരാകുകയാണ്. സാധാരണക്കാരുടെ സ്ഥിതി എന്താണ്? കർഷകരുടെ സ്ഥിതി എന്താണ്? തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ഏർപ്പാടുകൾ ചെയ്യുന്നുണ്ടോ? ശരി തന്നെ, അദ്ദേഹം പറഞ്ഞ കാര്യം ശരി. അംബാനിയുടെയും അദാനിയുടെയും അല്ലെങ്കിൽ അതുപോലുള്ള കോർപ്പറേറ്റുകളില്ലാതെ രാജ്യം നിലനിൽക്കത്തില്ല. ചിലപ്പം അഡ്ജസ്റ്റ്മെന്റുകൾ ചെയ്തു കൊടുത്തിട്ടുണ്ടാവും. രണ്ടാമത് അത് ചെയ്തു കൊടുക്കുന്നത് തെറ്റാണെന്ന് തന്നെ വരിക്കാം. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ സാറേ, ഇന്ത്യ മഹാരാജ്യത്ത് നെഹ്റു ഭരിച്ചു, അതിനുശേഷം ഇന്ദിരാഗാന്ധി ഭരിച്ചു. ഇന്ദിരാഗാന്ധി ഭരിച്ചപ്പോൾ തൊട്ടുള്ള മുദ്രാവാക്യമല്ലേ ഇന്നും രാഹുൽ ഗാന്ധി പറയുന്നത്? ഇവിടുത്തെ ദാരിദ്ര്യ നിർമ്മാർജ്ജനം. അദ്ദേഹത്തിന് അറിയാമല്ലോ. ഞാൻ ദാരിദ്ര്യ നിർമ്മാർജ്ജനം 55 കൊല്ലം ഭരിച്ചപ്പോൾ മാറിയില്ലേ സാറേ? ഈ 10 കൊല്ലത്തിനകത്താണ് ദാരിദ്ര്യം ഉണ്ടായത്. അപ്പൊ വീണ്ടും ഈ മുദ്രാവാക്യം എന്നും ഇവിടുത്തെ അദ്ദേഹം സാറ് തന്നെ പറഞ്ഞല്ലേ 7% വരുന്ന സാധാരണക്കാരനായിട്ടുള്ള ഹിന്ദുക്കൾ ഇവിടെ ഉണ്ടെന്ന്. അത് രാഹുൽ ഗാന്ധിക്ക് അറിയത്തില്ലേ സാറേ? അദ്ദേഹത്തിന് ഇവിടുത്തെ സാധാരണക്കാരനായിട്ടുള്ള പിന്നോക്കക്കാരനായിട്ട് സാറ് ഇച്ചിരി മുമ്പ് പറഞ്ഞല്ലോ, ഇവിടുത്തെ മുസ്ലിങ്ങൾ 2047 വളർന്നു, സമ്പന്നമായിട്ട് വളർന്നു, അല്ലെങ്കിൽ വിദ്യാഭ്യാസ ഇവിടെ വളരാത്ത എത്ര ഭൂരിപക്ഷ സമുദായമുണ്ട്? എന്തുകൊണ്ട് സംഭവിക്കുന്നു ഇതുപോലെ? ഇന്ത്യ മഹാരാഷ്ട്ര പക്ഷെ അതിന്റെ ചരിത്രം വായിച്ച ഈ ഹിന്ദു സമൂഹം സ്വാഭാവികമായി ഈ സ്വാതന്ത്ര്യ അർദ്ധരാത്രിയിൽ നിന്ന് പുസ്തകം വായിച്ചാൽ അറിയാം, ഇവിടെ പാമ്പ് കളിക്കാരും ഇവിടെ പിച്ചെടുത്തുകൊണ്ട് കഴിയുന്നവരുമായ ജനതയായിരുന്നു ഉണ്ടായിരുന്നത്. ആ ജനതയെ പിടിച്ചടിമകളാക്കിക്കൊണ്ടാണ് ഇവിടെ മുഗളന്മാരും ബ്രിട്ടീഷുകാരും പോർച്ചുഗീസുകാരും ഭരിച്ചത്.
അപ്പോൾ ഞാൻ അത് തന്നെ സാറ് പറഞ്ഞ കാര്യം ശരി തന്നെ, ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു. ഈ പറഞ്ഞ ഉള്ള ആൾക്കാർ ഇവിടെ ഉണ്ടായിരുന്ന ഇന്ത്യ മഹാരാജ്യം ഇവരെ കൂട്ടുപിടിച്ചായിരിക്കും വിദേശ ശക്തികൾ ഇവിടുത്തെ നമ്മുടെ സംഭവം കൊള്ളടിച്ചു. വീണ്ടും ഈ പാവം പിടിച്ച പാമ്പ് കളിക്കാരെ അതേ രീതിയിൽ നിലനിർത്തി മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്ന ഒരു രാഹുൽ ഗാന്ധി ഇന്ത്യ മഹാരാജ്യം വീണ്ടും ഭരിക്കണമെന്നാണ് ഞാൻ ചോദിക്കുന്നത്. എന്നല്ല അത് പ്രശാന്ത് വളരെ പക്ഷപാതപരമായി ഈ കാര്യങ്ങളെ കാണുന്നു. ഇവിടെ ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായ ധനപരമായ കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ ഇവിടെ കർഷകരുടെ പ്രശ്നങ്ങൾ, ഈ കർഷകരുടെ പ്രശ്നങ്ങളൊന്ന് പരിഹരിച്ചാലല്ലേ കാർഷിക വൃത്തിയിൽ മുന്നോട്ട് വരാൻ കഴിയുകയുള്ളൂ. ഇവിടെ പഞ്ചവത്സര പദ്ധതി ആവിഷ്കരിച്ചപ്പോഴും ഗരീബി ഹടാവോ എന്ന് പേര് പറഞ്ഞപ്പോഴും ബ്രിട്ടീഷുകാരൻ ഇന്ത്യയെ ഭരിച്ചുകൊണ്ടിരുന്നപ്പോഴും അമേരിക്കക്കാരൻ 7ാം കപ്പൽപ്പടയെ കൊണ്ടുവരുമെന്ന് പറഞ്ഞപ്പോഴും ഒക്കെ ചെറുത്തു നിന്നത് ഇന്ദിരാഗാന്ധിയാണ്. ഇന്ദിരാഗാന്ധി ഞാൻ 100 അംഗീകരിക്കുന്നു. ആ ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടമല്ല ഇപ്പോഴുള്ളത്. ഇപ്പോഴുള്ള കാലഘട്ടത്തിൽ പ്രശാന്ത് കാണാതിരിക്കുന്നതാണോ അതോ മറച്ചു വയ്ക്കുന്നതാണോ എന്ന് എനിക്കറിയത്തില്ല. ഇന്ത്യ മുന്നണിയിൽ പല പാർട്ടികളുണ്ട്, പല പ്രാദേശിക പാർട്ടികളുണ്ട്. ഈ പ്രാദേശിക പാർട്ടികൾക്ക് പലതിനോടും യോജിക്കാൻ കഴിയുന്നില്ല. അങ്ങനെ യോജിക്കാൻ കഴിയാത്ത കാര്യങ്ങളെ അവരെ കൂട്ടുപിടിച്ചുകൊണ്ട് പ്രധാന ശത്രു BJP ആണ്. ആ പ്രധാന ശത്രുവിനെതിരായി ആയുധമെടുക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ്, അല്ലെങ്കിൽ വോട്ടിംഗ് സമ്പ്രദായം ഒരുക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്ത്യ മുന്നണി ഉണ്ടാവുകയും അതിൻ്റെ തലപ്പത്തിരിക്കുന്ന ഖാർഗെ. ഒരു കാര്യം ഇപ്പോൾ നമുക്ക് സമയം നല്ല അതിക്രമിച്ചിരിക്കുന്നത്, ബാലേന്ദ്രൻ സാർ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം വിട്ടൊന്നും പറയത്തില്ല. യാഥാർത്ഥ്യങ്ങൾ ഞാൻ പറഞ്ഞാലും അത് സമ്മതിച്ചു തരാൻ പോകുന്നില്ല. കഴിഞ്ഞ പ്രാവശ്യം 25 സീറ്റ് മാത്രമായിരുന്നു ഇന്ത്യ മുന്നണിയിൽ ഈ 89-നകത്ത് കിട്ടിയിരിക്കുന്നത്. അതിനകത്ത് 19 സീറ്റും നമ്മുടെ കേരളത്തിൽ നിന്നായിരുന്നു. അപ്പം ഇപ്പോൾ കർണാടകയിൽ പ്രതീക്ഷ വെച്ച് ഇന്ത്യ മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പം കേരളത്തിൽ നിന്ന് വീണ്ടും 20-20 പിടിക്കുമെന്ന് പറയുന്നതിന് വേണ്ടി ഇന്ത്യ മുന്നണി ഇനി പിണറായി വിജയനെ അല്ല ആരെ തള്ളിപ്പറഞ്ഞും ഈ സീറ്റ് നിലനിർത്തുന്നതിന് വേണ്ടി ശ്രമിക്കും. രണ്ടാമത് ഒരു കാര്യം പറയാനുള്ളത്, ഇന്ത്യ മുന്നണി ഇന്ത്യ ഭരിക്കുന്നതിനകത്തോ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി ഇന്ത്യ ഭരിക്കുന്നതിനകത്തോ ഒന്നും എനിക്കും അല്ലെങ്കിൽ ഇന്ത്യയിലെ ഭൂരിപക്ഷം ജനങ്ങൾക്കും ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകത്തില്ല. പക്ഷേ ഇന്ത്യ മുന്നണി മോദിക്കെതിരെ ഒരു മുന്നണി രൂപീകരിക്കുമ്പോൾ ആരെ കിട്ടിയാലും രൂപീകരിക്കുന്ന ഒരു മുന്നണിയാവരുത് ഇന്ത്യ മുന്നണി. ലാലു പ്രസാദ് യാദവ് അഴിമതിക്കാരൻ, കെജ്രിവാൾ അഴിമതിക്കാരൻ, അഖിലേഷ് യാദവ് അഴിമതിക്കാരൻ, ഇവിടോട്ട് വരുമ്പോൾ ഇദ്ദേഹം തന്നെ പറഞ്ഞ പിണറായി വിജയൻ അഴിമതിക്കാരൻ, DMK ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് 1,00,000 കോടി അഴിമതി നടത്തിയ, ഇപ്പം എല്ലാ അഴിമതിക്കാരെയും കൂട്ടുപിടിച്ചുകൊണ്ട് ഒരു മുന്നണി ഉണ്ടാക്കി ആ മുന്നണി ഇന്ത്യ മഹാരാജ്യം ഭരിക്കാമെന്ന് വെച്ചാൽ യാതൊരു കാരണവശാലും നടക്കാൻ എനിക്ക് തോന്നുന്നു. ഞാൻ കാണുന്ന പാർട്ടിക്കകത്ത് ഈ നിൽക്കുന്ന മൊത്തം അഴിമതിക്കാരെ ഇന്ത്യ ശത്രുവിന്റെ ശത്രു മിത്രം അർത്ഥത്തിൽ മോദിക്കെതിരായി നിൽക്കുന്ന പാർട്ടിക്കാരെയും ജനങ്ങളെയും ഒരുമിപ്പിച്ചു കൊണ്ടുപോയി ഇന്ത്യക്ക് ഒരു പുതിയ ബഹുസ്വരതയുടെ, ജനാധിപത്യത്തിൻ്റെ, സോഷ്യലിസത്തിൻ്റെ, മതേതരത്വത്തിൻ്റെ ഒരു മുഖമുദ്ര ഉണ്ടാക്കാൻ വേണ്ടിയാണ് രാഹുൽ ഗാന്ധി ശ്രമിക്കുന്നത്. അപ്പോൾ അതിനെ വളച്ചൊടിച്ചുകൊണ്ട് കാര്യങ്ങൾ കൊണ്ടുപോകാനൊക്കത്തില്ല. അപ്പോൾ അന്നന്ന് വരുന്ന കാര്യങ്ങളിൽ നാം എന്താണ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് ആലോചിക്കണം. നിർമ്മലാ സീതാരാമൻ്റെ കാര്യം പറഞ്ഞില്ലേ, നിർമ്മലാ സീതാരാമൻ്റെ ഭർത്താവ് പ്രഭാകർ അദ്ദേഹം എഴുതിയ ഒരു പുസ്തകം ഞാൻ വായിച്ചതാണ്. ആ പുസ്തകത്തിനകത്ത് ഈ മോദിയെക്കുറിച്ച് മോദിയോടുള്ള എല്ലാ ആദരവും വെച്ചുകൊണ്ട് എതിർപ്പുകൾ പ്രകടിപ്പിച്ചിട്ടുണ്ട്. സാറേ, അപ്പോൾ സ്വാഭാവികമായി ഇത് എത്രയും സാർ പറഞ്ഞ ആ പുസ്തകം ഞാൻ വായിച്ചാണ്. അപ്പോൾ നമുക്ക് സമയം തീരുന്നുണ്ട്. ജോർജ് സോറസ് എന്ന് പറഞ്ഞ ഒരാളുണ്ട്, ഒരു അമേരിക്കയിൽ താമസിക്കാൻ 91 വയസ്സുള്ള ഒരാൾ. 5000 കോടി രൂപയാണ് ഇന്ത്യൻ ജനാധിപത്യ സംവിധാനം തകർക്കുന്നതിന് വേണ്ടി. ജോർജ് സോറസ് പറയുന്ന വാചകങ്ങളും ഈ പറഞ്ഞ നിർമ്മലാ സീതാരാമൻ്റെ ഭർത്താവായതുകൊണ്ട് മോദിയോടോ അല്ലെങ്കിൽ ഭർത്താവ് പറയുന്ന കാര്യവും ജോർജ് സോറസ് 2023 പ്രസംഗിച്ച പ്രസംഗം ഇദ്ദേഹം കേട്ടുകാണല്ലോ. ആ പ്രസംഗവും രാഹുൽ ഗാന്ധി വിദേശത്ത് പോയി പറഞ്ഞ പ്രസംഗവും തമ്മിൽ എന്താണ് വ്യത്യാസം? അപ്പം നമുക്ക് നിർത്തുന്നതിന് മുമ്പ് ഒരു കാര്യം മനസ്സിലാക്കാം. ഈ രീതിയിൽ ഇന്ത്യ വിരുദ്ധ ശക്തികളുടെ കൂടെ കൂടി നിന്നുകൊണ്ട് ഇന്ത്യയെ നശിപ്പിക്കുന്ന ഒരു ഭരണാധികാരി ആയി മാറുന്നു രാഹുൽ ഗാന്ധി എന്ന് എനിക്ക് ഇന്ത്യ വിരുദ്ധ ശക്തികളല്ല, ഇന്ത്യയെ സ്നേഹിക്കുന്ന ശക്തികളെല്ലാം കൂടി യോജിച്ചു നിന്നുകൊണ്ട് ഇന്ത്യയുടെ ഈ പോക്ക്
അപകടകരമാണ്. ആ അപകടകരമായ ഈ പോക്കിന് ഒരു വിരാമമിടാൻ വേണ്ടിയുള്ള ഒരു തത്രപ്പാടാണ് ഇന്ത്യയുടെ പോക്ക് അപകടകരമാണെന്ന് ഇവിടുത്തെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് ഈ ചിത്രശക്തികൾ ഇന്ത്യയിൽ വീണ്ടും കടന്നു കയറുന്നു എന്നാണ്. കണ്ണു തുറപ്പിക്കല്ലേ? അല്ലല്ല, കണ്ണു തുറപ്പിക്കാൻ മോദി ശ്രമിക്കുന്നുണ്ട്. കാരണം പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ കാര്യങ്ങൾ കണ്ണു തുറപ്പിക്കാൻ മോദി ശ്രമിക്കുന്നുണ്ട്. അപ്പൊ സാറ് പറയുന്ന പക്ഷത്ത് സാറ് നിൽക്കട്ടെ, ഞാൻ എൻ്റെ പക്ഷത്ത് നിൽക്കട്ടെ. നമുക്ക് എന്തായാലും അവസാനിപ്പിക്കാം. നാളെ കഴിഞ്ഞ് വീണ്ടും 5 ഘട്ടങ്ങളുണ്ട്, നമുക്ക് വീണ്ടും സംസാരിക്കും. ഓക്കെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.